മാനവരാശിയെ രക്ഷിക്കാനായി ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിപ്പിച്ചതിൻ്റെ ഓർമ്മ പുതുക്കലാണ് നമ്മുടെ ക്രിസ്മസ്. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിപ്പിച്ച ത്യാഗത്തിൻ്റെ പ്രതീകമായ ഈശോയുടെ ഓർമ്മയിൽ സന്തോഷകരമായ ഒരു ക്രിസ്മസ് ഹ്യൂസ്റ്റൺ KCSന്റെ പേരിൽ എല്ലാവർക്കും നേരുന്നു. We are going to start official meeting right now. We will start with a prayer. I would like to invite Leah Pagathatil and Stella Plathotatil for prayers. Please be seated. Thank you, Leah and Stella. അടുത്തതായി വെൽക്കം സ്പീച്ചിനായി ഊർജ്ജസ്വലനായ നമ്മുടെ ഹ്യൂസ്റ്റൺ KCSന്റെ ജോയിന്റ് സെക്രട്ടറി ജോയ് എന്ന് സ്നേഹപൂർവ്വം നമ്മൾ വിളിക്കുന്ന ജോസ് നെടുമാക്കലിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഹ്യൂസ്റ്റൺ KCSന്റെ ഈ വർഷത്തെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളൊരു കർത്തവ്യമാണ് ജോയിന്റ് സെക്രട്ടറി എന്ന നിലയിൽ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾക്കേവർക്കും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും അടയാളമായ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവം നേരുകയാണ്. ഇന്ന് നമ്മുടെ സബ് ഓർഗനൈസേഷൻ്റെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനിയും ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് നമ്മൾ ക്ഷണിച്ചപ്പോൾ തന്നെ ഒരുപാട് തിരക്കുകൾ ഉണ്ടായിരുന്നിട്ടും കോൺഫറൻസുകളും മീറ്റിങ്ങുകളും ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്ന മലയാളികളുടെ അഭിമാനം, ഇന്ത്യൻ ഫോറിൻ സർവീസിലെ മികച്ച ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ ന്യൂയോർക്കിൽ പെർമനന്റ് മിഷൻ ഓഫ് ഇന്ത്യ ടു ദ യുണൈറ്റഡ് നേഷൻസിൽ കൗൺസിലറായി ജോലി ചെയ്യുന്ന ശ്രീ എൽഡോസ് മാത്യു പുന്നൂസ് IPS സാറിനെ ഏറ്റവും സ്നേഹത്തോടെ ആദരവോടെ നിങ്ങൾ ഏവരുടെ പേരിലും ഈ എക്സിക്യൂട്ടീവിന്റെ പേരിലും ഹാർദവുമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഇന്നത്തെ ഈ നമ്മുടെ സമ്മേളനത്തിൽ
ഒരു സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിച്ചപ്പോൾ തന്നെ ആ വിവരം അറിയിക്കുകയും ഒരുപാട് തിരക്കുകൾ ഉണ്ടായിട്ടും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി സെന്ററിൽ എത്തിച്ചേർന്ന മലയാള സിനിമ സീരിയൽ രംഗത്തെ അഭിനയ ചക്രവർത്തിയും നല്ല ഒരു ഗായകനും നിർമ്മാതാവും അതിലുപരി കോട്ടയംകാരുടെ അഭിമാനവുമായ ശ്രീ പ്രേംപ്രകാശ് സാറിനെ ആദരവോടെയും ഏറെ ബഹുമാനത്തോടുകൂടിയും നിങ്ങൾ ഏവരുടെ പേരിലും ഈ എക്സിക്യൂട്ടീവിന്റെ പേരിലും ഹാർദവുമായി സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ ഇന്നത്തെ ക്രിസ്മസ് സമ്മേളനത്തിൽ ഒരു ഓണററി ഗസ്റ്റായിട്ട് വരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ തന്നെ ഈ സമയം അമേരിക്കയിൽ സന്ദർശനത്തിനുണ്ടെന്നും നിങ്ങളുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് നമ്മളോട് വാക്ക് തരികയും കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേരുകയും ചെയ്ത ഇടുക്കി ജില്ലയിലെ പടമുഖത്ത് പ്രവർത്തിക്കുന്ന സ്നേഹമന്ദിരം എന്ന സ്ഥാപനത്തിന്റെ രക്ഷാധികാരിയും കോട്ടയം ജില്ലയിലെ നീണ്ടൂർ സ്വദേശിയുമായ ബ്രദർ VC രാജുവിനെ ഏറെ സ്നേഹത്തോടെ ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ എക്സിക്യൂട്ടീവിന്റെ പേരിലും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ കഴിഞ്ഞ ഒരു വർഷമായി ഈ ക്നാനായ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ടീം ക്യാപ്റ്റനും ഈ യോഗത്തിന്റെ അധ്യക്ഷനുമായ ഹ്യൂസ്റ്റൺ KCS പ്രസിഡന്റ് ശ്രീ സിറിൽ ജോസ് തൈപ്പറമ്പിലിനെ സ്നേഹപൂർവ്വം ഈ സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, നമ്മളോടൊപ്പം ആയിരിക്കുന്ന നമ്മുടെ മണപ്രതച്ഛൻ ഏത് കാര്യങ്ങളിലും നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഫാദർ ജോസഫ് മണപ്രത്തിനെ ഏറെ ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ എക്സിക്യൂട്ടീവിന്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് എപ്പോഴും എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന നമ്മളിൽ ഒരുവനായി സാൻ അന്റോണിയോ KCSന്റെ കൺവെൻഷന്റെ വിജയത്തിന് ചുക്കാൻ പിടിച്ച നമ്മുടെ സ്വന്തം RVP ശ്രീ അനൂപ് മ്യാൽക്കരപ്പുറത്തിനെ ഏറെ ബഹുമാനത്തോടെ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എന്റെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും, ബിൽഡിംഗ് ബോർഡ്, ലൈസൺ ബോർഡ്, സബ് ഓർഗനൈസേഷൻ, എല്ലാ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിനെയും, അതുപോലെ 2025 തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ നമ്മുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളെയും പുതിയ നാഷണൽ കൗൺസിൽ മെമ്പേഴ്സിനെയും ഈ എക്സിക്യൂട്ടീവിന്റെ പേരിൽ ഈ സമ്മേളനത്തിലേക്ക് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായിട്ട് എനിക്ക് സ്വാഗതം പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. ഈ സമുദായത്തിന്റെ, ഈ സംഘടനയുടെ നെടുന്തൂണായി, താങ്ങും തണലുമായി എപ്പോഴും സഹായ സഹകരണങ്ങൾ തന്ന് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ബഹുമാനത്തോടെയും ആദരവോടുകൂടിയും ഈ എക്സിക്യൂട്ടീവിന്റെ പേരിൽ ഈ ക്രിസ്മസ് സമ്മേളനത്തിലേക്ക് ആർദ്രവുമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അവസാനമായി ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം പുറക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. തുടക്കം തൊട്ട് നാളിതുവരെ നമ്മൾ എല്ലാവരും ഒരു കുടക്കീഴിലാക്കി നിൽക്കുന്ന നേതാവ്, ദീർഘവീക്ഷണം, കഠിനാധ്വാനം, ഇച്ഛാശക്തി, സ്ട്രോങ് പേഴ്സണാലിറ്റി ആൻഡ് സ്ട്രോങ് ലീഡർഷിപ്പ് ക്വാളിറ്റി, ഇതിൻ്റെയൊക്കെ പര്യായം മറ്റാരുമില്ല. നമ്മുടെ ഹ്യൂസ്റ്റൺ KCS പ്രസിഡന്റ് ശ്രീ സിറിൽ ജോസ് തൈപ്പറമ്പിലിനെ ഏറ്റവും സ്നേഹത്തോടെ പ്രസിഡന്റ് സ്പീച്ചിനായിട്ട് വേദിയിലോട്ട് ക്ഷണിക്കുന്നു. നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ പരിപാടിയുടെ മുഖ്യ അതിഥി ബഹുമാനപ്പെട്ട ശ്രീ എൽദോസ് മാത്യൂസ് IFS, സ്പെഷ്യൽ ഗസ്റ്റായി ഇവിടെ വന്നിരിക്കുന്ന ശ്രീ പ്രേംപ്രകാശ്, നമ്മുടെ ഓണറി ഗസ്റ്റായിട്ടിവിടെ എത്തിയിരിക്കുന്ന
രാജു ബ്രദർ, RVP അനൂപ് ഞാക്കരപ്പുറത്ത്, എൻ്റെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് ടീം, സദസ്സിലും വേദിയിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ, ബഹുമാനപ്പെട്ട മണപ്പുറത്തച്ച, എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ഹ്യൂസ്റ്റൺ KCS സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ഈ ക്രിസ്തുമസ് ആഘോഷത്തിന് 3 വിശിഷ്ട അതിഥികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. തങ്ങളുടെ പ്രവർത്തന മണ്ഡലത്തിൽ കൃത്യമായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ഈ സമൂഹത്തിൽ നിറസാന്നിധ്യമായിരിക്കുന്ന 3 വ്യക്തികളാണ് ഇന്ന് നമ്മുടെ അതിഥികളായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നതിൽ നമുക്ക് ഹ്യൂസ്റ്റൺ KCSന് ഒരു പുണ്യദിനമായിട്ട് ഞാനിവിടെ കാണുകയാണ്. നമുക്കറിയാം, ഇന്ത്യ മഹാരാജ്യത്തെ പ്രതിനിധീകരിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് രാജ്യം വിട്ടിരിക്കുന്ന, രാജ്യസേവനത്തിന് വിട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റീസ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ തന്നെ ക്നാനായ സമുദായ അംഗമായ IFSകാരനാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ എൽദോസ് മാത്യൂസ്. നമ്മുടെ ക്നാനായ സമുദായത്തിൻ്റെ ട്രസ്റ്റിയായ TO എബ്രഹാം സാറിൻ്റെ മകളുടെ ഭർത്താവ് കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അദ്ദേഹത്തിന് ക്നാനായ സമുദായമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത്. അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ട് അടുത്തതായിട്ട് വന്നിരിക്കുന്നത് കേരളത്തിൻ്റെയും മലയാളത്തിൻ്റെയും കലാ സാംസ്കാരിക സാമൂഹ്യ മേഖലകളിൽ വർഷങ്ങളായി തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ, നമുക്ക് പരിചിതനായ പ്രേംപ്രകാശ്. ഞങ്ങൾ അദ്ദേഹത്തെ ബഹുമാന പുരസ്കാരം കറിയാച്ചൻ അങ്കിൾ എന്നാണ് വിളിക്കുക. അദ്ദേഹം ഞാൻ പഠിച്ച സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. SH മോണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. ധാരാളം SH മോണ്ടുകാർ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നാട്ടുകാർ ഇവിടെ ഉണ്ട്. അദ്ദേഹവും നമ്മുടെ ഒരു അതിഥിയായിട്ട് ഈ ഒരു പുണ്യദിനത്തിൽ ഇവിടെ എത്തിച്ചേർന്നത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഡെയ്സി ആൻറ്റി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. BCA കോളേജിലെ വർഷങ്ങളായിട്ട് അവിടുത്തെ പ്രൊഫസറായിരുന്നു. ഡെയ്സി ആൻറ്റിക്കും ഈ വേദിയിലേക്ക്, നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷത്തിലേക്ക് സ്വാഗതം. അടുത്തതായിട്ട് തൻ്റെതായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധത തൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കി നമ്മുടെ സമൂഹത്തിനൊരു മാതൃകയായി അശരണരെയും കഷ്ടപ്പെടുന്നവരെയും ബുദ്ധിമാന്ദ്യം സംഭവിച്ച ആളുകളെയും വീട്ടിൽ പാർപ്പിക്കാൻ സാധിക്കാത്ത ആളുകളെയെല്ലാം സ്വന്തം മക്കളായി ഒരു കുടക്കീഴിൽ ഒരു കുടുംബമായിട്ട് കാത്തു പരിപാലിച്ച് വർഷങ്ങളായിട്ട് പോരുന്ന ഒരു മഹത് വ്യക്തിയുണ്ട് ഇവിടെ. നമ്മുടെ നാട്ടിൽ നിന്നും ഈ പരിപാടിക്ക് വേണ്ടിയിട്ട് മാത്രം സ്വന്തം ചെലവിൽ നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പരിപാടിയിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന രാജു ബ്രദറിനെ, അദ്ദേഹം നമ്മുടെ ഒരു നീണ്ടൂരിൽ ജനിച്ചു വളർന്ന ഒരു ഗ്രാനായക്കോരൻ കൂടിയാണ്. ഈ സവിശേഷങ്ങളെല്ലാം കൂടി നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന് തങ്ങളുടേതായിട്ടുള്ള വാല്യൂസ് കൊടുത്ത് തങ്ങളുടേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾ തന്നെയാണ് ഇവര്. തീർച്ചയായിട്ടും നമ്മുടെ ഓണാഘോഷം, നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഹ്യൂസ്റ്റൺ ക്നാനായ കാത്തലിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനാർഹമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 1991 ഏതാനും ചെറിയ കുടുംബങ്ങളുമായി ആരംഭിച്ച ഒരു സ്നേഹ കൂട്ടായ്മ ഇന്നിപ്പോൾ ഏകദേശം 850ഓളം കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഒരു വലിയൊരു പടിവർഷമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വടക്കേ അമേരിക്കയിലെ മാത്രമല്ല, ലോകത്തിലേക്ക് ഏറ്റവും വെച്ച് പ്രവർത്തന ശൈലി കൊണ്ടും ക്നാനായ വിശ്വാസം സംരക്ഷിക്കാൻ
അത് ഏകദേശം വരെയും പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാരും ആളുകളും ഒക്കെ അധിവസിക്കുന്ന ഒരു ഭൂമി എന്ന നിലയിലുമൊക്കെ ഹ്യൂസ്റ്റൺ KCS ലോകത്തിന്റെ നിറയെ തന്നെയാണ് എന്ന് പറയുവാനായിട്ട് അതിന്റെ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ വളരെ ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാരും അതുപോലെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിന് പ്രചോദനമായിട്ട് നിൽക്കുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ ഈ ഒരു കൂട്ടായ്മ ലോകത്തിന് തന്നെ, വടക്കേ അമേരിക്കയിൽ മാത്രമായിട്ട് ഒതുക്കി നിർത്താതെ ലോകത്തിന് തന്നെ ഒരു മാതൃകയായിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ട് പോരുന്നത്. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഫോം ചെയ്ത അവസരത്തിൽ തന്നെ നിങ്ങളോട് പ്രോമിസ് ചെയ്തത് ആ കാര്യങ്ങളെല്ലാം വളരെ ആത്മാർത്ഥതയോടും ഉത്തരവാദിത്തോടും അതിനുപരി അർപ്പണ മനോഭാവത്തോടും കൂടി ഓരോ കാര്യങ്ങളും ഈ കമ്മ്യൂണിറ്റിയുടെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നത് നിറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നിങ്ങളെ സാക്ഷി നിർത്തി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതിനായിട്ട് പൂർണ്ണമായിട്ടും സഹകരിച്ച എക്സിക്യൂട്ടീവ് കമ്മിറ്റികൾ നിങ്ങൾക്കറിയാം. ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പൂർണ്ണമായ സഹകരണവും അതുപോലെ തന്നെ ലൈസൻസ് ബോർഡ്, ബിൽഡിംഗ് ബോർഡ്, നമ്മുടെ സബ് ഓർഗനൈസേഷൻ കമ്മിറ്റികൾ, കൊറോണ തലത്തിലുള്ള നമ്മുടെ ലീഡേഴ്സ്, ഇവരുടെ എല്ലാവരുടെയും ശക്തമായ ഒരു കൂട്ടായ്മയും സ്നേഹവും സഹകരണവും കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ ഒരു അവസരത്തിൽ നമ്മൾ ഹ്യൂസ്റ്റൺ KCS ഈ ഒരു നിലയിലേക്ക് എത്തിച്ചേർന്നത്. ഈ വർഷം തുടക്കത്തിൽ തന്നെ അതിന്റെ മനോഹരമായ കലണ്ടർ ഉൾപ്പെടെ പിക്നിക്ക്, നമുക്കറിയാം കൺവെൻഷൻ, ഇത്രയും മനോഹരമായ ഹ്യൂസ്റ്റണിലെ 1000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ച് നടത്തിയ മനോഹരമായ കൺവെൻഷൻ, ഇതെല്ലാം നമുക്ക് സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും പരിപൂർണമായ സഹകരണവും സ്നേഹവും മാത്രമാണ്. ഇതിനകത്ത് കുറച്ച് പേരുകളെ നമുക്ക് പേരെടുത്ത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. കാരണം വേറെ ആരുമല്ല, ഇതിന് ഈ ഒരു കാര്യത്തിനെല്ലാം ഒരുപക്ഷെ ഊർജമായിട്ട് ഞങ്ങളുടെ എക്സിക്യൂട്ടീവിന്റെ പുറകിൽ നിലകൊണ്ടത് എൻ്റെ ഭാര്യ ആശ. നിങ്ങൾക്കറിയാം, ഇതെല്ലാം സാധിച്ചത് ഒരുപക്ഷെ ആശയുടെ ഒരു 50%ഓളം എഫേർട്ടാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു മടിയും എനിക്കില്ല. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഞാൻ സ്റ്റേജിലോട്ട് കയറണമെന്ന് നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാം താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അതുകൊണ്ട് അങ്ങനെ പോകാതെ പറ്റിയല്ല. അതുപോലെ തന്നെ ഒരുപോലെ മറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ സ്പൗസസും, വൈസ് പ്രസിഡന്റ് റോബി കടവില്, അതുപോലെ നമ്മുടെ സെക്രട്ടറിയുടെ ജോസ്നി എറണിക്കല്, അതുപോലെ ഷിജ നെടുമാക്കല്, ധന്യ കക്കാട്ടിൽ, മരിയ പതിയിൽ, അതുപോലെ ബോബി തൈക്കാട്ട് ഫാമിലി, ഇവരുടെ എല്ലാവരുടെയും ശക്തമായ ആ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയും പ്രവർത്തനങ്ങൾ ഈ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കാഴ്ചവെക്കാൻ സാധിച്ചത്. ഈ ഒരു സമയത്ത് അവരെ ആരെയും സ്റ്റേജിൽ കയറാൻ നമുക്ക് സമയത്ത് സാധിക്കുകയില്ല എങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് പേരെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഉറക്കമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വ്യക്തികളോടെല്ലാം കുടുംബങ്ങളോടെല്ലാം ഉള്ള നന്ദി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ ക്രിസ്മസ് ആഘോഷങ്ങളെ മനോഹരമാക്കി തീർക്കുവാൻ ശ്രമിച്ച നമ്മുടെ സബ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ്സ് എല്ലാവരും, കിഡ്സ് ക്ലബ്ബ് മുതൽ അങ്ങ് BOA വരെയുള്ള വിമൻസ് ഫോറം, KCJL, KCYL, യുവജനവേദി, ഇവരെ എല്ലാവരോടുമുള്ള നന്ദി. വളരെ മനോഹരമായ പരിപാടികളാണ്. മാസങ്ങളെടുത്ത പ്രയത്നത്തിൽ ഒടുവിൽ നടത്തുന്ന വളരെ മനോഹരമായ കലാപരിപാടികളാണ് നമ്മൾ ഇന്ന് ക്രിസ്മസിന് ഇവിടെ അവർ കാഴ്ചവെക്കുന്നത്. ഇവരോടും എല്ലാവരോടുമുള്ള ഒരു സ്നേഹം ഈ അവസരത്തിൽ സൊസൈറ്റിയുടെ പേരിൽ അർപ്പിക്കുക. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസിന്റെയും നവവത്സരത്തിന്റെയും മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് ഹ്യൂസ്റ്റൺ ഗ്രാനൈറ്റ് കാത്തലിക് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങളോട് എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.
Thank you, Cyril, for the wonderful speech. Now let's start the lamp lighting ceremony. I request all the audience please stand for a while. We'll be doing in the following order. Chief guest Mr. Eldos Matthew, Mr. Prem Prakash, Brother V.C. Raju, SKC's President, all National Council members and all executives. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരുളി ചെയ്ത ക്രിസ്തുവിൻ്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്കിവിടെ ദൈവം തെളിയിക്കാം. നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് പ്രകാശം ചൊരിയുന്നതായിരിക്കട്ടെ. We are requesting all the National Council members, please come to the stage, please. ഇവിടെ ഫ്രണ്ടിലുള്ള കുട്ടികൾ ദയവായിട്ട് kids please, their parents please take them to the seat. We have conducting a formal meeting. All the kids in the front please go to the seat. Thank you. Next, we would like to invite Mr. Eldos Matthew. He is an Indian diplomat serving as a counselor at the United Nations. In October 2024, he represented India at the UN addressing issues related to Jammu and Kashmir and responding to allegations from Pakistan. അമേരിക്കയിൽ ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി കൗൺസിലർ, അതും ഒരു ജ്ഞാനായക്കാരൻ, കലിശ്ശേരി സെന്റ് മേരീസ് വലിയ പള്ളി ഇടവകക്കാരൻ. നമ്മുടെ അഭിമാനം സ്നേഹപൂർവ്വം ഫെലിസിറ്റേഷൻ സ്പീച്ചിനായിട്ട് ക്ഷണിച്ചു.
വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രേമങ്കൾ, രാജു ബ്രദർ, മണപ്പുറത്തച്ഛൻ, മറ്റ് വിശിഷ്ട വ്യക്തികൾ, ladies and gentlemen, boys and girls. It's an absolute privilege for me to be amidst you as the KCS, Houston KCS celebrates its Christmas function. ഞങ്ങൾ സ്റ്റേജിലേക്ക് നടന്നു വരുമ്പോൾ പുറകിൽ നിന്ന് ഞങ്ങൾക്ക് കയറി വരുമ്പോൾ കോവില് പോലാണ് തോന്നിയത്. പക്ഷെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് നടപടിയായിരുന്നു എന്ന്. പക്ഷെങ്കിൽ ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങൾ ഭാരവാഹികൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, സാറേ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നു. സോ ഡെഫിനറ്റ്ലി ഐ പ്രോമിസ് യു ദാറ്റ് ഐ വോണ്ട് ടേക്ക് വെരി ലോങ്. ലെറ്റ് മീ ഷെയർ മൈ ഫ്യൂ തോട്ട്സ് ഹിയർ ഓൺ വാട്ട് എ കമ്മ്യൂണിറ്റി ഈസ്. When we think about difference between animals and humans, മൃഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസങ്ങളെ പറ്റി ആലോചിക്കുമ്പോൾ probably one striking difference could be, if you look at the animal kingdom, mostly they are all a part of one group. It could be a herd, it could be a pride, it could be a school, it could be anything, but mostly they are part of one group, whereas human beings are completely different. Every human being at any given point in time, ഏതൊരു വ്യക്തിയെ എടുത്തു കഴിഞ്ഞാലും ഒരേ സമയത്ത് അവൻ പല സമൂഹങ്ങളുടെ ഭാഗമാണ്. Every human being is a member of multiple groups at any given point in time. നമ്മൾ ഓർത്ത് നോക്കുക, നമ്മളുടെ നാഷണാലിറ്റി നമ്മളെ ഡിഫൈൻ ചെയ്യുന്നു. നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മുടെ സ്ഥലം, our state, our district, our community, our class, our gender. So all these groups which we belong to, they define us and they also influence our personality. For every group, it has two distinguishing characteristics. Number one, the size of the group or number of people in the group. നമ്മുടെ നാഷണാലിറ്റി എടുക്കുകയാണെങ്കിൽ, ഞാനൊരു ഇന്ത്യൻ ആണ്, ഒരു ഭാരതീയനാണെന്ന് പറയുമ്പോൾ നമ്മൾ യു ആർ വൺ അമംഗ് ദ അറൗണ്ട് 1.45 ബില്യൺ ഇന്ത്യൻസ്. അല്ലെങ്കിൽ ഞാനൊരു അമേരിക്കക്കാരനെന്ന് പറയുമ്പോൾ യു ആർ വൺ അമംഗ് ദ 335 മില്യൺ. അതിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ഞാനൊരു ഹൂസ്റ്റണിലുള്ള ഒരാളാണെന്ന് പറയുമ്പോൾ ആ നമ്പർ കുറയുന്നു. ഞാൻ ഹൂസ്റ്റണിലുള്ള ക്നാനായ് കമ്മ്യൂണിറ്റിയിലുള്ള ആരാണെന്ന് പറയുമ്പോൾ ആ നമ്പർ വീണ്ടും കുറയുന്നു. അതുപോലെ നമ്മളെ ഒരു കുടുംബത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ വീണ്ടും കുറയുന്നു. So the smallest unit which every human being is a part of is probably your own family, and that is probably why I say family is the unit where you have the maximum degree of association. Degree of association എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു പക്ഷേ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഹേയ് ഐ ആം എൻ അമേരിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ ഒരു കണക്ട് ഉണ്ടാവില്ല. എന്നാൽ ഒരു മലയാളിയെ കാണുമ്പോൾ മലയാളിയാണ്, അപ്പോൾ അവിടെ നിന്നുള്ള ആ ഒരു റിയാക്ഷൻ, ആ ഒരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ വരുന്നത് അതെ മലയാളിയാണ്, നാട്ടിലെവിടെയാണ്. അതേ സമയത്തൊന്ന് ആലോചിച്ച് നോക്കുക, യു മീറ്റ് എ മെമ്പർ ഓഫ് ദ ക്നാനായ് കമ്മ്യൂണിറ്റി, ക്നാ ആണോ, അപ്പോൾ മുഖത്ത് വരുന്ന ആ ഒരു പ്രകാശം, ആ ഒരു ചിരി, that is what I meant by the degree of association. ഒരു നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലി എടുക്കുക, ഡെഫിനറ്റ്ലി അവിടെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഓഫ് അസോസിയേഷൻ ഉണ്ട്. പക്ഷേ ഫാമിലിയുടെ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്. ഓൺ ദ കോൺട്രറി, വെൻ ഇറ്റ് കംസ് ടു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ്സ് വെരി യുണീക്ലി പ്ലേസ്ഡ്. You have the numbers, you also have a fair degree of association. That is the reason why a community is very, very unique. As a group, that defines your identity. The standing, the positioning of a community is very unique. ഞാനിപ്പോൾ പലതവണ ഞാൻ പറഞ്ഞു കമ്മ്യൂണിറ്റി എന്ന്. എന്നാൽ നമ്മൾ ആലോചിക്കുമ്പോൾ what is community? How do you define a community? എനിക്ക് തോന്നുന്നു ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും ഒരുപക്ഷെ കോമൺലി അക്സെപ്റ്റഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
Community is a group of people who share commonalities. ധാരാളം കാര്യങ്ങൾ അവർക്ക് സിമിലർ ആയിരിക്കും. It could be your customs, it could be your traditions, it could be your practice. ക്നാനായ കമ്മ്യൂണിറ്റി എടുത്തു നോക്കുക. നമുക്ക് ക്നാനായ കമ്മ്യൂണിറ്റിക്ക് തനതായ പാരമ്പര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രെയർ സോങ് തന്നെ ഇന്നുണ്ടായിരുന്ന പ്രെയർ സോങ് തന്നെ ഓർക്കുക. ക്നാനായ കമ്മ്യൂണിറ്റിക്ക് മാത്രം അഭിമാനത്തോടെ പറയാവുന്ന ഒരു പ്രെയർ സോങ് ആണത്. ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾ ക്ലെയിം ചെയ്യാവുന്നതല്ല. So it is these distinguishing features that separates one community from the other community. On that note, ഞാൻ ഒരു കാര്യം മാതാപിതാക്കളുടെ ചിന്തയ്ക്ക് വെക്കുകയാണ്. നിങ്ങളിൽ നല്ലൊരു ഭാഗം പേരും തന്നെ നാട്ടിൽ നിന്നും ചേക്കേറി ഇവിടെ വന്ന് സെറ്റിലായി. Your kids were born here, they are being raised here. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം what is community for them? Yes, they are born as a member of the community, so they are a part of the community. Beyond that, അവർ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം how do they associate themselves with the community? എനിക്ക് തോന്നുന്നു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കമ്മ്യൂണിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് it is on the basis of what they see in their parents. How closely their parents are connected to the community, that would define the degree of association for the children. അമേരിക്കയിൽ താമസിക്കുമ്പോൾ ധാരാളം കൾച്ചറൽ ഇൻഫ്ലുവൻസ് വരാറുണ്ട്. ബിക്കോസ് നാട്ടിൽ നിന്നും വന്നു, ഇവിടെ വന്നു, ധാരാളം മാറ്റങ്ങൾ സംഭവിച്ചു, ഇവിടുത്തെ കൾച്ചർ നമ്മൾ അബ്സോർബ് ചെയ്തു. ഞാൻ ചെറിയ ഉദാഹരണങ്ങൾ, വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഉദാഹരണങ്ങളാണ് ഞാൻ ഇത് പലയിടത്തും കോട്ട് ചെയ്യാറുള്ളതാണ്. നാട്ടിൽ നിന്ന് നമ്മൾ ഫ്ലൈറ്റ് കയറുമ്പോൾ, കൊച്ചിയിലേക്ക് അമേരിക്കയിലേക്ക് കയറുമ്പോൾ, വാട്ട് യു ഹാവ് ഇൻ യുവർ ഹാൻഡ് ഇസ് എ പാസ്പോർട്ട്. യു സഡൻലി ലാൻഡ് ഇൻ ദ US ആൻഡ് US നിങ്ങളുടെ കയ്യിൽ എന്താണ്? ഇറ്റ്സ് നോട്ട് എ പാസ്പോർട്ട്, ഇറ്റ്സ് എ പാസ്പോർട്ട്. സോ പാസ്പോർട്ടിൽ നിന്നും പാസ്പോർട്ടിലേക്ക് നിങ്ങൾ മാറിക്കഴിഞ്ഞു. നമ്മുടെ കൾച്ചർ പുതിയൊരു കൾച്ചറുമായിട്ട് നമ്മളത് മാറ്റപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ കുട്ടികളുടെ നിങ്ങളുടെ റൂട്ട്സിലേക്ക് to make the connection with your roots stronger for your children, something which we need to sit down and do. ഒരു പിതാവ് എന്ന നിലയ്ക്ക് ഞാനും ചെയ്യേണ്ടതാണ്. കുട്ടികളോട് you should sit down with the community, you should sit down with your children and you should clearly explain to them നമ്മുടെ കസ്റ്റംസിൻ്റെ, നമ്മുടെ ട്രഡീഷൻസിൻ്റെ പുറകിൽ എന്താണ്. Why as a community we do certain things the way we do, why we do what we do. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പാരമ്പര്യങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ അനുഷ്ഠിക്കുന്നു എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് they would have some connect with the community because they are born into the community. പക്ഷെങ്കിൽ ബാക്കിയുള്ള ക്രോസ് കൾച്ചറൽ ഇൻഫ്ലുവൻസസ് കാരണം they would have a lot of questions to which they don't have answers. Now ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഈ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ ഒരു വേളയിൽ എനിക്ക് തോന്നുന്നു ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് we are celebrating the birth of a person who gave a very simple message. His message was very simple: love thy neighbor. നിങ്ങളെപ്പോലെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കുക. അത്രയും പറഞ്ഞുകൊണ്ട് ഹൂസ്റ്റൺ KCSലെ ക്രിസ്മസ് ആഘോഷിക്കുന്ന നിങ്ങൾക്കേവർക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെതായ എല്ലാ ആശംസകളും നേരുന്നു. ഞാൻ നാട്ടിൽ പറയാറുള്ള പോലെ നിങ്ങളെല്ലാവരും ക്രിസ്മസിന് അടിച്ചു പൊളിക്കുക. I wish you all a very Merry Christmas and a happy and prosperous 2025. Thank you so much. Thank you, sir, for the wonderful speech. അടുത്തായി പെരുവഴി അമ്പലം, കൂടെവിടെ, ആകാശദൂത്, ജോണി വാക്കർ, എൻ്റെ വീട് അപ്പുവിൻ്റെയും അയാളും ഞാനും തമ്മിൽ തുടങ്ങിയ അനവധി സിനിമകൾ. ഇതിനെല്ലാം ഇന്ത്യൻ പനോരമ ദേശീയ അവാർഡ് സംസ്ഥാന പുരസ്കാര ജേതാവും
കൂടാതെ നിർമ്മിച്ച സീരിയൽക്കെല്ലാം അനേക അവാർഡുകൾ നേടിയ മഹത് വ്യക്തി, കോട്ടയത്തിൻ്റെ അനുഗ്രഹീത കലാകാരൻ, നല്ലൊരു ഗായകനുമായ ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരൻ, ഞങ്ങളെല്ലാം സ്നേഹപൂർവ്വം കറിയാച്ചൻ എന്ന് വിളിക്കുന്ന ശ്രീ പ്രേംപ്രകാശിനെ ആശംസാ പ്രസംഗത്തിനായിട്ട് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും ആദരവോടുകൂടിയുള്ള നമസ്കാരം. ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചു. ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്ന, പ്രധാനമായി കടപ്പെട്ടിരിക്കുന്ന 1-2 വ്യക്തികളുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഒരു കലാകാരൻ എന്നുള്ള നിലയിലാണ് നിങ്ങൾ എന്നെ വിളിച്ചത്. അതിനെന്നെ പ്രാപ്തനാക്കിയ എൻ്റെ സഹോദരൻ അന്തരിച്ചു പോയ ജോസ് പ്രകാശിനെ ഞാനിവിടെ അനുസ്മരിക്കുകയാണ്. ഒരുപക്ഷെ കലാരംഗത്തേക്കുള്ള എൻ്റെ പ്രവേശനം തന്നെ അദ്ദേഹത്തോടൊപ്പമായിരുന്നു. അദ്ദേഹം പറഞ്ഞതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ സഹായത്തോടും കൂടിയാണ്. എന്നെ ഈ ചടങ്ങിന് ക്ഷണിച്ചത് എൻ്റെ അയൽപക്കക്കാരനും എൻ്റെ കൂടെ പഠിച്ച തോമാച്ചൻ എന്ന ആളുടെ ജ്യേഷ്ഠൻ്റെ മകനുമായ സിറിലാണ് എന്നെ വിളിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന കുഞ്ഞുമോൻ്റെയും ഫിൻസിയുടെയും മകൻ വിനീത്. ഇവരുടെ ക്ഷണമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത്. ഒരുപക്ഷെ ഈ ചടങ്ങിൽ പങ്കെടുത്തില്ലായിരുന്നുവെങ്കിൽ അത് ജീവിതത്തിലെ തന്നെ ഒരു നഷ്ടമാകും എനിക്ക് തോന്നുന്നു. ചില സമയത്ത് എനിക്ക് തോന്നി ഞങ്ങൾ കോട്ടയത്ത് എസ് മോണിലാണോ നിൽക്കുന്നത് എന്ന് തോന്നിപ്പോയി. ഇവിടെയുള്ള കുറേ മുഖങ്ങൾ, പരിചയമുള്ള മുഖങ്ങൾ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേകമായി നന്ദി പറയുവാനുള്ളത് വിനീതനോടും സിറിലിനോടും, അതോടൊപ്പം ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് വീട് വരെ എത്തിച്ച തൈക്കാട്ട് മാത്തുക്കുട്ടിയോടും, അതോടൊപ്പം എനിക്കും ഭാര്യയ്ക്കും ഇവിടെ താമസിക്കുവാൻ സൗകര്യം തന്ന വിനീതനും ഭാര്യ ജോസിനിക്കും പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. ഇവിടെ എനിക്ക് 5 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. 5 മിനിറ്റ് കൊണ്ട് എനിക്ക് പൂർത്തീകരിക്കാൻ വയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഞാൻ കോട്ടയംകാരുമായിട്ട് ബന്ധപ്പെട്ടാണ് സംസാരിക്കുന്നത്. ഇവിടെ കേരളത്തിലെ പല ഭാഗങ്ങളിലുള്ള വ്യക്തികളുണ്ടെന്ന് എനിക്കറിയാമെങ്കിലും കോട്ടയംകാരെന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് എസ് മോണ്ട് വാസിയായ എനിക്ക് ഇവിടെയുള്ള കുറേ ആൾക്കാരെ കണ്ടപ്പോൾ വാസ്തവത്തിൽ ഞാൻ എസ് മോണ്ടിലാണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. നിങ്ങൾക്കറിയാം, എസ് മോണ്ടിലും സെൻറ്റ് മർസലിനാസിലും ഒക്കെ പഠിച്ച് ബഹുമാന്യരായ അധ്യാപകർ അവരെ ഒന്നും ജീവിതത്തിൽ മറക്കില്ല. കാരണം ഞാനൊക്കെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അതിന് വഴിതെളിച്ചു തന്ന കുറേ അധ്യാപകരുണ്ട്. തണ്ണിക്കരി ചാക്കോ സാറ്, ഉലകന്നാൻ സാറ്, മണിമല ചാക്കോ സാറ്, കൊപ്പഴ കുര്യൻ സാറ്, കൊപ്പഴ കൊച്ചുകുട്ടി സാറ്, ഇവരൊക്കെ എന്നിലെ കലാകാരനെ അന്നേ തിരിച്ചറിഞ്ഞ് വേണ്ട പ്രചോദനങ്ങൾ നൽകിയ മഹത് വ്യക്തികളാണ്. ഞാൻ എപ്പോഴും ഓർക്കും, പല വേദികളിലും പോകുമ്പോൾ ഇവരൊക്കെയാണല്ലോ എനിക്ക് വഴി തുറന്നതെന്ന് ബഹുമാനപ്പെട്ടവരെന്ന്. കോട്ടയത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് മാത്യു പ്രാൽ സാർ. അദ്ദേഹം എന്നോട് പ്രത്യേകം പറഞ്ഞു, എൻ്റെ സ്നേഹാന്വേഷണം ക്രിസ്മസ് മംഗളങ്ങളും ഹ്യൂസ്റ്റൺകാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ അവതരിപ്പിക്കപ്പെട്ട മനോഹരമായ നൃത്യങ്ങൾ, സ്കിറ്റുകൾ എല്ലാം വളരെ ആസ്വദിച്ചു. എനിക്ക് തോന്നിയിട്ടുണ്ട്, കേരളത്തിൽ പോലും ഇത്ര മനോഹരമായി ഇത് നടത്തപ്പെടാറില്ല. അതിന് ഞാൻ ഈ അസോസിയേഷൻ്റെ എല്ലാ ഭാരവാഹികളെയും എൻ്റെ അനുമോദനവും സ്നേഹവും അറിയിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയധികം കാര്യമായിട്ട് നടത്തുവാൻ സാധിക്കുന്നു എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് വേളയിൽ എന്തെങ്കിലും എനിക്ക് പറയുവാനുള്ളത് കുട്ടികളോടും മാതാപിതാക്കളോടുമാണ്. ഇന്ന് മാതാപിതാക്കളും
കുട്ടികളും തമ്മിലുള്ള ഡയലോഗുകൾ കുറഞ്ഞിരിക്കുന്നു. കുടുംബത്തിലുള്ള സന്തോഷവും സമാധാനവുമാണ് കുട്ടികളിലേക്ക് പകരേണ്ടത്. നമുക്ക് ഈ പുതുവർഷത്തിലേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെയാണ്. ഇന്ന് വളർന്നു വരുന്ന ലഹരി പദാർത്ഥത്തോടുള്ള അമിതമായ ഉപയോഗം കേരളത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് കേരളത്തിൽ ഇന്നുള്ളത്. എനിക്കും നിങ്ങൾക്കും പത്രത്തിലൂടെ അറിയാം, എല്ലാ മാധ്യമങ്ങളിലും കൂടി നമ്മളിത് അറിയുന്നുമുണ്ട്. അപ്പോൾ തീർച്ചയായും മാതാപിതാക്കൾ കുട്ടികളെ ശ്രദ്ധിക്കുക. കുട്ടികൾ ശ്രദ്ധിക്കുവാനുള്ളത് അവർ മാതാപിതാക്കളെ ബഹുമാനിക്കുക, ഗുരുക്കന്മാരെ ബഹുമാനിക്കുക. ഇതാണ് അവർ ചെയ്യേണ്ടത്. 2025 പിറക്കുമ്പോൾ നിങ്ങൾ പ്രതിജ്ഞയെടുക്കേണ്ടത് നല്ല കുട്ടികളായി വളരുക, നല്ലൊരു സമൂഹത്തെ വളർത്തുവാൻ നിങ്ങൾ ശ്രമിക്കുക. ക്രിസ്തുമസിന് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. യേശു ക്രിസ്തു ഇവിടെ ഭൂമിയിൽ നന്മയും സമാധാനവും സ്നേഹവും തന്നെങ്കിൽ ഇന്ന് ഇതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ വന്നതിൻ്റെ സന്തോഷം എത്രയുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. എനിക്കും ഭാര്യയ്ക്കും. എൻ്റെ ഭാര്യ ഡെയ്സി നിങ്ങൾക്കറിയാം, BCN കോളേജിൽ പഠിപ്പിച്ചിരുന്നു. ഡെയ്സിയുടെ കുറേ സ്റ്റുഡൻസ് ഇവിടെ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെയെല്ലാം കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഈ അവസരം തന്ന സിറിലിനോടും വിനീതിനോടും ഒക്കെ വീണ്ടും വീണ്ടും ഞങ്ങൾ നന്ദി പറയുകയാണ്. ഇത്ര വർഷമായിട്ടും ഞങ്ങളെയൊന്നും അവർ മറന്നിട്ടില്ല. നാട്ടുകാർ മറന്നാലും ഈ ഹ്യൂസ്റ്റണിലുള്ള ഈ പഴയ ആൾക്കാരെ ഞങ്ങളെയൊക്കെ ഓർക്കുന്നു. അത് തന്നെ വളരെ സന്തോഷമാണ്. നാളെ ഞങ്ങൾ SH മോണ്ട് നിവാസികളായിട്ടുള്ള കുറേ കൂട്ടുകാർ ഞങ്ങളിവിടെ ഒത്തുചേരുന്നുണ്ട്. അവിടെ ഞങ്ങൾക്ക് പലതും പങ്കുവയ്ക്കുവാനുണ്ട്. കാരണം ഞാനും എൻ്റെ സഹോദരൻ ജോസ് പ്രകാശ് ഉൾപ്പെടെ ഉള്ളവരെല്ലാം പഠിച്ചത് സേക്രഡ് ഹാർട്ട് മൗണ്ടിലാണ്. ആ സേക്രഡ് ഹാർട്ട് മൗണ്ടിൽ നിന്ന് കിട്ടിയ പ്രചോദനവും സ്നേഹവും ലാളനയുമാണ് ഇന്ന് ഈ സ്റ്റേജിൽ എനിക്ക് നിൽക്കുവാനിടയായതെന്ന് ഞാൻ വളരെ സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്. എൻ്റെ വന്യ ഗുരുക്കന്മാരെയെല്ലാം എപ്പോഴും ഞാൻ ഓർക്കാറുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കാര്യമാണെങ്കിലും ഞാൻ എൻ്റെ ഗുരുക്കന്മാരെ സ്മരിക്കുന്നു. എനിക്കിതിനുള്ള അവസരം തന്നത് അവരാണ് എന്ന് ഞാൻ ഓർക്കുകയാണ്. എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 1961 സേക്രഡ് ഹാർട്ട് മൗണ്ടിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത്. ഞാനും എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് സേക്രഡ് ഹാർട്ട് മൗണ്ട്. അതെന്നും മനസ്സിൽ സൂക്ഷിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 5 മിനിറ്റ് കൊണ്ട് ഞാൻ തീർക്കില്ല എന്ന് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. 50 മിനിറ്റ് കിട്ടിയാലും ഇനിയും പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിനുള്ള വേദിയല്ല ഇതെന്ന് എനിക്കറിയാം. എങ്കിലും ഞങ്ങളെ വിളിച്ചതിന് വീണ്ടും വീണ്ടും നന്ദി പറയുകയും ഇവിടെ നിങ്ങളുടെ ഈ അസോസിയേഷൻ്റെ പ്രവർത്തനം വീണ്ടും വീണ്ടും വളരെ ഭംഗിയോടുകൂടി നടത്തുവാൻ പുതിയ ഭാരവാഹികൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും വളരെ സന്തോഷകരമായ ഒരു പുതുവത്സരവും നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു കറിയാച്ചനങ്ങൾ. അങ്ങനെ പോകാൻ വരട്ടെ. അദ്ദേഹം നല്ലൊരു ഗായകനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കണ്ടേ? ഓക്കെ, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പാട്ട് പാടാമെന്നാണ് പറയുന്നത്. മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പം ഡെയ്സി ആൻറ്റി ഒന്ന് സ്റ്റേജിലോട്ട് കയറണം. കാരണം ഡെയ്സി ആൻറ്റിയുടെ ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു ഒരു 2 വാക്ക് സംസാരിക്കണം. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നത് ജ്ഞാനായക്കാരനായ ക്രിസ്മസ് സന്ദേശം നൽകാനായിട്ട് ഏറ്റവും ആപ്റ്റായ ഒരു മഹത് വ്യക്തി, സർവോപരി ഒരു മനുഷ്യ സ്നേഹി. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന ബൈബിൾ വാക്യം ഹൃദയത്തിൽ ആഹ്വാനിച്ച് സഹജീവികളോടുള്ള കരുണയും കരുതലും ഒരു കടലോളം ഒഴുക്കി അവർക്കായി ജീവിതം മാറ്റിവെച്ച രാജു ബ്രദറിന് സ്നേഹമന്ദിരം എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ 5000-ഓളം ആൾക്കാർക്ക് നല്ല സമരിയായക്കാരനായി തീരുന്നു. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഫെലിസിറ്റേഷൻ സ്പീച്ചിനായിട്ട് ക്ഷണിച്ചു കൊണ്ടുവന്നു.
ഹാപ്പി ക്രിസ്മസ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ ഹാപ്പി ക്രിസ്മസ്. മക്കളെ, നിങ്ങളെല്ലാവരും നല്ലവണ്ണം നല്ല പരിപാടികളൊക്കെ ഇവിടെ നടത്തി. ഞങ്ങളെല്ലാവരും ശാന്തമായി എല്ലാം കണ്ടു, കേട്ടു, ആസ്വദിച്ചു. പ്രിയപ്പെട്ടവരെ, കുഞ്ഞുങ്ങളെ, നിങ്ങളും അങ്ങനെയൊക്കെ ആയി തീരാൻ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നു. ഒത്തിരി സന്തോഷം. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. നന്നായി. ഓക്കെ, ഉണ്ണീശോയ്ക്ക് കൈയടിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറഞ്ഞപ്പോൾ പറഞ്ഞു ഒരു ആശംസ അല്ലെങ്കിൽ ഒരു പ്രസംഗം, ഒരു സന്ദേശം ഒക്കെ കൊടുക്കുവാൻ പറഞ്ഞു. പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു പ്രാസംഗികനല്ല. ഞാൻ സാധാ ഒരു മനുഷ്യനാണ്. വിദ്യാഭ്യാസമോ പാഠമോ ഒന്നുമില്ലാത്ത സാധാരണ ഒരു മനുഷ്യനാണ്. ബഹുമാനപ്പെട്ട ഇന്നിവിടെ ചീഫ് ഗസ്റ്റായിട്ട് എത്തിയ IPS ഉദ്യോഗസ്ഥൻ കൂടിയായിരിക്കുന്ന എൽദോസ് സാറ്, അതുപോലെ പ്രേംപ്രകാശ് സാറ്, സിറിൽ ജോസ്, മറ്റ് വേദിയിലും സദസ്സിലുമായി ഇരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ പ്രത്യേക സ്നേഹത്താൽ എനിക്ക് ഈ കൂട്ടായ്മയിൽ വരുവാൻ നല്ലവനായ ദൈവം അനുവദിച്ചതിന് 1000 നന്ദി പറയുകയാണ്. ഈശോ ജനിച്ചപ്പോൾ പറഞ്ഞ വാക്കിതാണല്ലോ, നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സമാധാനം അനുഭവിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയും മറ്റുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യുമ്പോഴാണ് നമ്മൾ സമാധാനം അനുഭവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കോട്ടയം ജില്ലയിൽ നീണ്ടൂര് ജനിച്ച രാജു എന്ന് പറഞ്ഞ സാധാരണക്കാരൻ ഒരിക്കൽ എൻ്റെ കുടുംബത്തിൽ 9 മക്കളാണ്. 9 മക്കളെ പേറ്റുവാൻ, അവരെ സംരക്ഷിക്കുവാൻ എൻ്റെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എന്തിനു പറയുന്നു, സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് കുറേ കാലം എൻ്റെ ചാച്ചനൊക്കെ മലബാറിലേക്ക് പോയി. അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് 5 പൈസ ഉണ്ടെങ്കിൽ 6-12 കിലോമീറ്റർ നടക്കാതെ സ്കൂളിൽ പോകാമായിരുന്നു. എനിക്ക് അത് തന്നു വിടാൻ എൻ്റെ പിതാവിന് അന്നത്തെ നിവൃത്തിയില്ലാതെന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ 10 പൈസ ഇല്ലാത്തതുകൊണ്ട് 12 കിലോമീറ്റർ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന് സ്കൂളിൽ പോയ എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഇവിടെ പറഞ്ഞതുപോലെ കുറേ മനുഷ്യർക്ക് ആഹാരം കൊടുക്കുവാൻ, അന്നം കൊടുക്കുവാൻ നിമിത്തമാക്കി എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട സിറിൽ ജോസും കുടുംബവും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പടമുഖം സ്നേഹമന്ദിരത്തിൽ വന്ന് അവിടെയുള്ള മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് വിളമ്പിക്കഴിഞ്ഞ് അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ സിറിൽ എന്നോട് ചോദിച്ചു, ബ്രദറിന് അമേരിക്കൻ വിസ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട്. എന്നാൽ ബ്രദറ് ഓണനാളിൽ ഇവിടെ ഓണത്തിൻ്റെ വിശേഷത്തിന് KSCയുടെ മീറ്റിങ്ങിന് ഇവിടെ വരാമോ എന്നെന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അപ്പോഴത്തെ സാഹചര്യം എനിക്കില്ല, നോക്കട്ടെ ക്രിസ്തുമസ് നാളിൽ പറ്റുമെന്ന് നോക്കാം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ടവരുടെ നല്ല മനസ്സിനാൽ അയോഗ്യനായി എനിക്ക് ഇവിടെ വരുവാനും നിങ്ങളെ കാണുവാനും നിങ്ങളെ സ്നേഹിക്കുവാനും ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസം വരുന്ന ആഴ്ച 22-ാം തീയതിയാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് എന്ന് പറഞ്ഞാൽ 8 ദിവസമുണ്ട്. 8 ദിവസത്തിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് എനിക്ക് ഭക്ഷണം തരുന്നു, എനിക്ക് കിടക്കാനുള്ള സൗകര്യം തരുന്നു, കാപ്പി തരുന്നൊക്കെയുണ്ട്. ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെയുണ്ട്. ഞാൻ ഇന്നലെ ഒരു വീട്ടിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പ്രിയപ്പെട്ട ബ്രദറിൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഒരാൾ മരിച്ചപ്പോൾ ഞാൻ അവിടെ ഭക്ഷണം ധരിക്കാനായിട്ട് ഇടവന്നു. ഇന്ന് ഞാനിവിടെ വന്നിരുന്നപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളവിടെ വന്നിട്ടുണ്ട്, അവിടുത്തെ മനുഷ്യരെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. കാരണം നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലും സ്നേഹമന്ദിരത്തിലെ മനുഷ്യർക്ക് എന്തെങ്കിലും തന്നിട്ടുള്ളവരാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട്
നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ മക്കളാണ്. ഏറെ വർഷങ്ങൾക്ക് മുമ്പ് മലയാറ്റൂർ മലമുകള് കയറുമ്പോൾ ഒരു ഭിക്ഷാടകനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ദൈവം തോന്നിച്ച ഒറ്റ ചോദ്യമേ ഉള്ളൂ, അവൻ്റെ ഉള്ളിലും നിൻ്റെ ഉള്ളിലും എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും വസിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ ജീവനാണെന്നുള്ള തോന്നലാണ് എന്നെ ഒരു പാവപ്പെട്ടവരെ ഒരു അനാഥ മന്ദിരം തുടങ്ങുവാനായിട്ട് 10 സെന്റ് സ്ഥലം മേടിച്ച് 3 പേരും 7 കിലോ അരിയുമായി തുടങ്ങിയതാണ് സ്നേഹമന്ദിരം. പ്രിയപ്പെട്ടവരെ, 5000-ത്തിലധികം മനുഷ്യർ പലതരത്തിലൂടെയുള്ള ജീവിതങ്ങൾ അതിൻ്റെ തണലിൽ വന്ന് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ അവസരത്തിൽ ക്രിസ്തുമസിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. സഹോദരനെ ഞാനൊരിക്കൽ സ്നേഹമന്ദിരത്തിൽ ഒരു 20 വയസ്സായ ഒരു രോഗിയുണ്ട്, ബുദ്ധിമാന്യം സംഭവിച്ചൊരു വ്യക്തിയാണ്. ആ മനുഷ്യൻ ഒരിക്കൽ എന്നോട് ദൈവം ഒരിക്കലും വലിയ അംഗീകാരം ADGP പത്മകുമാർ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഒരു അംഗീകാരം തരാനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അംഗീകാരം മേടിച്ച് ഞാൻ അംഗീകാരമൊക്കെയായിട്ട് അവിടെ വന്ന് നിൽക്കുന്ന സമയത്ത് എന്നോട് എൻ്റെ ദൈവം ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട രാജു, നീ അഹങ്കരിക്കേണ്ട. കാരണം ആ ബുദ്ധിമാന്യമുള്ള സിജുമത്തായി നിന്നെ ഈ ഭൂമിയിൽ അതുപോലെ ഒരു വ്യക്തിയായി സൃഷ്ടിച്ചാൽ നിനക്കെങ്ങനെ ഈ അംഗീകാരം കിട്ടും? ദൈവത്തിൻ്റെ കരുണയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ഈ ഭൂമിയിൽ എന്തെങ്കിലും തരത്തിൽ എങ്ങനെ ആയിത്തീരുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ട് ദൈവം തന്ന കരുണയിൽ ഏറ്റവും കൂടുതൽ അഭിമാനത്തോടുകൂടി കനാനായ ഈ സഹോദരങ്ങൾക്ക് എന്നും അഭിമാനിക്കാനുള്ള വകയുണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് ഈ കൂട്ടായ്മ മുഴുവൻ ഒന്നിച്ചിവിടെ ചേർന്നുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ ക്രിസ്തുമസിൻ്റെ എല്ലാവിധ നന്മകളും 1000 നേർന്നുകൊണ്ട് നിങ്ങളുടെ കൂട്ടായ്മ എനിക്കെന്ത് സന്തോഷം തോന്നുന്നു. ഞാൻ ഇന്നലെ വന്ന് നാളെ എന്നെ 1-2 പേര് വന്ന് പറഞ്ഞു, ബ്രദറെ നാളെ നീണ്ടൂർ സംഗമമുണ്ട്. കാരണം രാജു ബ്രദർ നീണ്ടൂർക്കാരനാണ്, നീണ്ടൂരാണ് ജനിച്ചത്. നീണ്ടൂർ സംഗമമുണ്ട്. അതെല്ലാം കൂട്ടായ്മയുടെ മഹത്വമാണ്. പ്രിയപ്പെട്ടവരെ, പലർക്കും എന്നോട് അസൂയ. കാരണം കനാനായ സഹോദരങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത് ഞാൻ തീർച്ചയായിട്ടും മലയിടുക്കിയിലും 350 പേർക്ക് 3 നേരവും അന്നം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കനാനായിക്കാരുടെ ഒരു കൂട്ടായ്മ അതിൻ്റെ ബലമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ എനിക്ക് നൽകിയ ഈ അവസരത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇതിനായി എന്നെ ക്ഷണിച്ച ഈ കൂട്ടായ്മയിലുള്ള ACC അംഗങ്ങളായിരിക്കുന്ന എല്ലാവരോടും, കമ്മിറ്റി അംഗങ്ങളോടും, ഈ നാടിനോടും ഹൂസ്റ്റലിലുള്ള നല്ലവരായ എല്ലാവരോടും 1000 നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു രാജു ബ്രദർ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട്, അദ്ദേഹം നൽകിയ സംഭാവനകളെ പരിഗണിച്ചുകൊണ്ട് ഹ്യൂസ്റ്റൺ KCCൻ്റെ ഒരു സ്നേഹോപഹാരമായി ആദരണീയ VC രാജു ബ്രദറിന് ഒരു പ്ലേറ്റ് സമ്മാനിക്കാനായി ചീഫ് ഗസ്റ്റ് ശ്രീ എൽദോസ് മാത്യൂസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. വിശാല ഹൃദയരും മനുഷ്യസ്നേഹികളുമായ ഒരുപാട് പേർ മനസ്സറിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തിലേക്ക് ധാരാളമായി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അവരെ പലർക്കും ഇതൊരു പ്രചോദനമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സംഭാവന നൽകിയവരെ ഏറ്റവും സ്നേഹത്തോടെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്നവർ എത്രയും വേഗം വേദിയിലേക്ക് കടന്നു വരേണ്ടതാണ്. ജോൺസൺ വട്ടമരത്തിൽ, ജെയിംസ് മാത്യു, ജോസഫ് കുന്നശ്ശേരി, ബാബു സാലി നടക്കുഴയ്ക്കൽ, വിമൻസ് ഫോറം പ്രസിഡന്റ്,
ജോബിൻ വേലിയാർ, ചിന്നമ്മ വേലിയാർ, ജോണി ആൻഡ് സെലിൻ മക്കോറ, വിശാൽ കക്കാട്ടിൽ, മാത്യു കിഴക്കേവാലയിൽ, ഫ്രാൻസിസ് തയ്യൽ, സജൻ കണ്ണാലയിൽ. ഇനി ആരെങ്കിലും ഇത് കൊടുത്തിട്ടുള്ളവരുണ്ടെങ്കിൽ, പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക, കടന്നു വരാവുന്നതാണ്. ഇന്ന് കുറച്ച് പേരൊക്കെ സെല്ല് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഇങ്ങോട്ട് കടന്നു വരാം. ഈ ലിസ്റ്റ് കഴിഞ്ഞ് പേര് പൈസ കൊടുത്തിട്ടുള്ളവർ, സെല്ല് ചെയ്തിട്ടുള്ളവരും ആർക്കും കയറി വരാം. സമയം കളയാതെ എത്രയും പെട്ടെന്ന് വേദിയിലോട്ട് കയറി വരുന്നത് വിനീതമായി അപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടി പേര് വിളിക്കാം. ജോൺസൺ വട്ടമറ്റത്തിൽ, ജെയിംസ് മാത്യു, ജോസഫ് കുന്നശ്ശേരി, ബാബു സാലി നടക്കുഴയ്ക്കൽ, വിമൻസ് ഫോറം പ്രസിഡന്റ് സഞ്ജു, ജോബിൻ വേലിയാർ, ചിന്നമ്മ വേലിയാർ, ജോണി ആൻഡ് സെലിൻ മക്കോറ, വിശാൽ കക്കാട്ടിൽ, മാത്യു കിഴക്കേവാലയിൽ, ഫ്രാൻസിസ് തയ്യൽ, സാജൻ കണ്ണാലയിൽ. അനൂപ് ഞഹക്കരപ്പുറത്ത്. ജിമ്മി അംഗൾ കുന്നശ്ശേരി. വിമൻസ് ഫോറം പ്രസിഡന്റ് സഞ്ജു. വിമൻസ് ഫോറത്തിന് പ്രത്യേകം താങ്ക് യു പറയുന്നു. ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം കടന്നു വരാം. വിശാൽ കക്കാട്ടിൽ, പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഇനി ആരെങ്കിലും പേര് വിളിക്കാത്തവരുണ്ടെങ്കിൽ, പൈസ സെല്ല് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ വേഗം കടന്നു വരുന്നതാണ്. നമ്മുടെ സൊസൈറ്റിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി ഇവിടെ അറിയിച്ചു കൊള്ളുകയാണ്. നമ്മുടെ സന്മനസ്സുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കറിയാം, താങ്ക്സ് ഗിവിങ്ങും ക്രിസ്മസും ഒക്കെ നല്ല പുണ്യ ദിനങ്ങളാണ്. ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല നന്മ പ്രവൃത്തി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു അവസരമാണ്. എനിക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്നേഹമന്ദിരത്തെക്കുറിച്ച്. നമ്മുടെ KCCനെ പോലുള്ള ഓർഗനൈസേഷനൊക്കെ ഇവർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ രാജു ബ്രദർ ഇവിടെ കുറച്ച് ദിവസമുണ്ട്. അദ്ദേഹത്തെ കോൺടാക്ട് നേരിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ അദ്ദേഹം നമ്മുടെ പള്ളിയിൽ സന്ദർശിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാനുള്ള അവസരം ഇനിയുമുണ്ട്. എനിക്ക് തോന്നുന്നത് രാജു ബ്രദർ ഒരു 5-6 ദിവസം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളിൽ കഴിയാൻ പറ്റുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുവാണെങ്കിൽ അത് സമൂഹത്തിന് നൽകുന്ന ഒരു നല്ലൊരു കാര്യമായിരിക്കും. ഒരുപാട് കഷ്ടപ്പെടുന്ന, ബുദ്ധിമാന്ദ്യം സംഭവിച്ച നമ്മുടെ സഹോദരങ്ങൾക്കൊരു താങ്ങും തണലുമാണ്. താങ്ക് യു. അടുത്തതായി ബഹുമാനപ്പെട്ട ഫാദർ ജോസഫ് മണപ്പുറ അച്ഛനെ വേദിയിലോട്ട് ആശംസ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഹീസ് എ പേഴ്സൺ who don't need introduction in the community. നമുക്ക് എല്ലാവർക്കും സ്നേഹാദരങ്ങളോടെ സ്പീച്ചിനായിട്ട് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ജോസഫ് മണപ്പുറ So my dear friends, as we are celebrating the birth of Jesus Christ our Lord, let us prepare ourselves with joy, peace and happiness. May all wish you all the best, not only in this week but also in the coming year. May God bless you. Thank you.
താങ്ക് യു ജോസഫ് അച്ഛ. അടുത്തായിട്ട് പ്രേംപ്രകാശ് സാറിൻ്റെ വൈഫ് ഡെയ്സി ആൻറ്റീനെ 2 വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. Ladies and gentlemen, a very good evening to you all. This was on such a short notice. എനിക്ക് നല്ല സഭാകമ്പം ഉണ്ട്. But I feel great. It is very rarely in the life of a human being that happiness, pride and contentment merge together, register together at the same moment. This moment is one of them. I want to tell you about an incident. ഞാൻ ഇവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു എന്താ നിങ്ങളോട് പറയേണ്ടത്. Maybe you all have heard this story. Some of you at least must have heard this story. In 1994, Indian President, the President of India, Mr. Shankar Dayal Sharma, made an official visit to Oman. At this visit, 3 events happened which had not happened before. Because the Sultan of Oman never visited a dignitary, whichever country that man came from, personally. But when Shankar Dayal Sharma visited Oman, the Sultan himself went to the airport. That was not enough. When the plane landed, he walked up into the plane, shook hands with the president, brought him down. He asked his driver to move. He took the driver's seat and he himself drove the president to his palace. The media wanted to know why all these strange things happened. And when questioned, he said, "I did not go to the airport to receive the President of India. I went to the airport to receive Mr. Shankar Dayal Sharma, who taught me when I was studying in the University of Pune. I went to receive my teacher." I can imagine the pride and honor that Shankar Dayal Sharma felt at that moment. I am not Shankar Dayal Sharma. This is not Oman. But what I feel now is adukku mele. Because I don't know how to thank you for this. Thank you, my dear students. I know I am here not because I am the wife of Prem Prakash. I am here before you now because I am the teacher to some of you. Maybe to the mothers of some of you. I feel really, really great and honored. And I think I should also give you something to my students and all of you here. This is Christmas. We all have heard. നമ്മളെല്ലാവരും പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. എല്ലാ ക്രിസ്മസിനും കേൾക്കുന്ന കഥയാണ് ജോസഫും മേരിയും ഈശോ ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ജീസസിനെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് എത്രയോ വാതിലുകൾ മുട്ടി, ഒന്നും തുറന്നില്ല. അവസാനം ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻകീപ്പർ, ഒരു സത്രക്കാരനാണ് ആ വാതിൽ തുറന്നു കൊടുത്തത്. On this Christmas, I want to request you to decide whether you are going to be that innkeeper
who would receive Jesus into you. Because when people do that, it can change the world. There's a story of a barber. ഒരു കൊച്ചു ടൗണിൽ ഒരു ബാർബർ ഷോപ്പിൽ ഒരു മനുഷ്യൻ മുടി വെട്ടിക്കാൻ ചെന്നു. അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് സംസാരം, ബാർബർമാർ സംസാരിക്കുമെന്നല്ലേ പറയുന്നത്. സംസാരിച്ചു വന്നപ്പം ദിസ് ബാർബർ സെഡ്, in the course of the talk, he said, I don't believe in God. There is no God at all. And the man asked why. If there is a God, how can be so much suffering in this world, so much injustice in this world, so much misery in this world? I don't believe there is a God. മുടി വെട്ടാനിരുന്ന ആൾ അധികമൊന്നും സംസാരിക്കാനിരുന്നില്ല, കാരണം ഇയാളെ കത്രിയും കത്തിയൊക്കെ ഉണ്ട്, ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടാക്കണ്ട. He just paid his bill and went out. And when he got out into the street, he saw a beggar. മാസങ്ങളായിട്ട് തലമുടിയും വെട്ടിച്ചിട്ടില്ല, താടിയും പഠിച്ചിട്ടില്ല, ആകെ മഹാവൃത്തികേടായിട്ട് ജട പിടിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് കണ്ടത്. ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് ഇയാൾ തിരിച്ച് ബാർബർ ഷോപ്പിൽ ചെന്നു. എന്നിട്ട് ബാർബറോട് പറഞ്ഞു, there is no barber in this town. And the barber said, how can you say that? ഇപ്പോഴല്ലേ നിങ്ങൾ എൻ്റെ അടുത്തുനിന്ന് പോയത്. Again the man said, there is no barber in this town. Why? He got angry. And then he said, if there is a barber in this town, how can this man walk up and down the street like this without shaving, without cutting his hair? And the barber said, he should come to me. He should come to me, I will do it for him. That's exactly what you should do, said this man. God is always there. Go to him. You should go to him, accept him, and there will not be so much suffering in this world when you accept God that way and act according to that will. So that exactly is my Christmas message to you. Merry Christmas, Happy New Year. Thank you, my dear students here. Thank you, Houston. താങ്ക് യു ലിസാജി. അടുത്തതായി നമ്മുടെ KCC കൺവെൻഷൻ വിജയകരമാക്കാൻ ഏറ്റവും നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സ്വന്തം RVP മിസ്റ്റർ അനൂപ് മ്യാൽക്കരപ്പുറത്തിന് ഫെലിസിറ്റേഷൻ സ്പീച്ചിനായി ക്ഷണിക്കുന്നു. Respected leaders and you, my dear friends and families, it is truly a joy and a privilege to stand before you today on behalf of KCCNA and the National Council members as we come together to celebrate this season of love, joy and unity. Merry Christmas and a Happy New Year to each one of you and your families. 2024 has been an year of challenges, but also one of immense growth and success for our Houston Knanaya Catholic Society. None of this would have been possible without the dedication and hard work of the HKCS Executive Committee, who have given so much of their time, energy and passion to ensure that our community stays strong, vibrant and connected. We are all deeply thankful for your contributions to our society. We hope and pray that the newly elected committee would do the same. One of the unique aspects of the Knanaya community is our strong commitment to endogamy, the tradition of marrying within our community. This tradition has allowed us to preserve our cultural identity, strengthen our bonds and maintain the rich heritage that has been passed down to us through generations. Our youth are the future of our community, and it is up to us to ensure that they understand the importance of our traditions, our faith and our commitment to each other. As we have seen a growing number of young people participating
in our events and taking on leadership roles. This is a sign that the spirit of Knanaya Catholic Society will continue to thrive for generations to come. Thank you all once again for being here today. May God bless you all abundantly this Christmas and throughout the new year. Thank you so much. താങ്ക് യു അനു. അടുത്തത് വോട്ട് ഓഫ് താങ്ക്സിനായിട്ട് സ്മിതയെ വിളിക്കുന്നു. എപ്പോഴും സുസ്മേരവരനായി എല്ലാവരോടും സ്നേഹത്തോടെ അതുപോലെ തന്നെ ആത്മാർത്ഥയോടുകൂടി ഏൽപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുന്ന നമ്മുടെ സ്വന്തം വൈസ് പ്രസിഡന്റ് സ്മിത കടവലിനെ ക്ഷണിച്ചോളൂ. ഗുഡ് ഈവനിങ് എവരി വൺ. നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും മംഗളങ്ങൾ ആശംസിക്കുന്നു. നമ്മുടെ ഈ ചടങ്ങിൽ മുഖ്യ അതിഥിയായി എത്തിയ നല്ലൊരു സന്ദേശം നൽകിയ കൗൺസിലർ എൽദോസ് മാത്യൂസ് പുന്നൂസ് IFSന് ഈ എക്സിക്യൂട്ടീവിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റായി ഇവിടെ എത്തിയിരിക്കുന്ന മലയാള സിനിമ സീരിയൽ ലോകത്തെ പ്രശസ്തനായ ശ്രീ പ്രേംപ്രകാശ് സാറിനാണ്. ഈ എക്സിക്യൂട്ടീവിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. തൻ്റെ ജീവിതം പാവങ്ങളും ആരോരുമില്ലാത്തവരുമായ മനുഷ്യരുടെ ഇടയിൽ ഒരു സഹോദരനെ പോലെ ഒരു പിതാവിനെ പോലെ പ്രവർത്തിക്കുകയും അദ്ദേഹം മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും മനുഷ്യർക്ക് നന്മ ചെയ്തു പോകുന്ന ഈ അവസരത്തിൽ നമ്മുടെ അടുത്തു വരികയും ഈ സായാഹ്നം നമ്മളോടൊത്ത് ചെലവഴിക്കുകയും ചെയ്ത ബ്രദർ VC രാജുവിന് ഈ എക്സിക്യൂട്ടീവിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. ഈ ഒരു വർഷക്കാലം ഹ്യൂസ്റ്റൺ KCSന്റെ ഓരോ പ്രവർത്തനങ്ങളും ഭംഗിയാക്കുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ച പ്രസിഡന്റ് സിറിൽ ജോസ് തൈപ്പറമ്പലിന് ഈ എക്സിക്യൂട്ടീവിൻ്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇടയിൽ നമ്മളിൽ ഒരുവനായി എത്തിയ ഫാദർ ജോസഫ് മണപ്പുറത്തച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്രിസ്മസ് മെസ്സേജ് തന്ന ഡേസി മിസ്സിന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ഹ്യൂസ്റ്റൺ KCSന്റെ പേരിലും പ്രത്യേകമായ നന്ദി. ഇനി ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയ RVP അനിൽ മാർഗപ്പുറത്തിന് പ്രത്യേകമായിട്ടുള്ള നന്ദി. ഞങ്ങളുടെ കൂടെ പ്രവർത്തിക്കുന്ന എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കും, ബിൽഡിംഗ് ബോർഡ്, ലൈസൻസ് ബോർഡ്, നാഷണൽ കൗൺസിൽ മെമ്പേഴ്സ്, ഫോറനർ ലീഡേഴ്സ്, 2025 എല്ലാ എക്സിക്യൂട്ടീവ്സിനും നാഷണൽ കൗൺസിൽ അംഗങ്ങൾക്കും നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പ്രോഗ്രാം മനോഹരമാക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച സബ് ഓർഗനൈസേഷൻ, മെൻസ് ടീം തുടങ്ങിയവർക്കുള്ള നന്ദി ഈ എക്സിക്യൂട്ടീവിൻ്റെ പേരിൽ പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പരിപാടിക്ക് മെമ്പർഷിപ്പ് വെരിഫിക്കേഷൻ നടത്തി വന്ന എല്ലാ മെമ്പേഴ്സിനോടും അതുപോലെ ഡിന്നറിനും മറ്റുമായി ഞങ്ങളെ സഹായിച്ച എല്ലാ മെമ്പേഴ്സിനും പ്രത്യേകമായി നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഇനി എനിക്ക് നന്ദി പറയുവാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തി എല്ലാ സഹായ സഹകരണങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുന്നു. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവുമാണ് ഈ ക്രിസ്മസ് പ്രോഗ്രാം വൻ വിജയമാക്കി തീർത്തത്. വീണ്ടും ഇതുപോലെ നമ്മുടെ കൂട്ടായ്മ ഒറ്റക്കെട്ടായി വരും വർഷങ്ങളിലും മുമ്പോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ
നമ്മുടെ മീറ്റിംഗ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയങ്കരനായ നമ്മുടെ കരേശനങ്ങളിലെ 2 പാട്ട് പാടുവാനായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇവർ സപ്പോർട്ടീവായിട്ട് നമ്മുടെ വിജയചേട്ടനും ജയചേട്ടനും എല്ലാവരും ഉണ്ട്. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പഴയ പാട്ടുകളുടെ ഒരു ഇഷ്ടക്കാരനാണ്. പുതിയ ഒരു പാട്ടും പഠിക്കാൻ ശ്രമിച്ചിട്ടുമില്ല, താല്പര്യവുമില്ല. എങ്കിലും മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന പഴയ ഒരു സിനിമാ ഗാനമാണ് ഞാൻ പാടുവാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ ചെറുപ്പക്കാർക്ക് ആ പാട്ട് ഇഷ്ടപ്പെടുവാൻ താല്പര്യം കാണില്ല. പ്ലീസ്. Punjo
മന്ദഹാസം കണ്ടുവല്ലോ പാതിരാകാറ്റിൽ നിന്റെ പട്ടുമാറ്റിളകിയല്ലോ പാതിരാകാറ്റിൽ നിന്റെ പട്ടുമാലിളകിയല്ലോ താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമയി എൻ്റെ കണ്ണിൽ താമസമെന്തേ വരുവാൻ ഭൂതകാലത്തിലേക്ക് നമ്മെ കൊണ്ടുപോയ കറിയാച്ചനങ്ങളിന് പ്രത്യേക കയ്യടി കൊടുക്കാം. എല്ലാവരും എൻജോയ് ചെയ്തെന്ന് കരുതുന്നു. അടുത്തതായി കലണ്ടർ പ്രസൻറ്റേഷനാണ്. അതിനായി 2025 ഹ്യൂസ്റ്റൺ കേസസിൻ്റെ പ്രസിഡന്റ് വിക്ടർ നീറ്റുകാട്ടിലിനെ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ഹലോ, വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ സ്വന്തം ഗ്രാനായ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, as we gather here today, I want to take a moment to wish each and every one of you a very Merry Christmas and a Happy New Year. ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും നവവത്സരത്തിൻ്റെയും ആശംസകൾ നേരുന്നു. I would also like to express my heartfelt gratitude to all of you for giving my team the opportunity to serve as the 30th Executive Committee of Houston KCS. It's an honor and privilege to work alongside such a dedicated and passionate community. നിങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ ഊർജം. With your trust and support, we have put together a great team of sub-organizations and committees to make 2025 an active and exciting year. തനിമ നിറഞ്ഞ 59 പരിപാടികളാണ് ഞങ്ങൾ ടീം 2025 നിങ്ങൾക്ക് വേണ്ടി അണിയിച്ചൊരുക്കുന്നത്. Key events are Basketball League, which is running for 2 weeks exclusively for youth and children, which is going to bring the community together. Knanaya Connect event for the second generation youth to bring them back to our community. നമ്മുടെ മുഖമുദ്രയായ ഒരുമ നിലനിർത്താൻ, കൂട്ടായ്മകളും ബന്ധങ്ങളും ഊട്ടിയുറപ്പിക്കാൻ ഈ പരിപാടികൾ അനിവാര്യമാണ്. ഈ കമ്മ്യൂണിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം 2025 ഉടനീളം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഗ്രേറ്റർ ഹ്യൂസ്റ്റൺ ഏരിയയിൽ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ജ്ഞാനായക്കാരായി ജീവിക്കുന്ന എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന, ഒരു കിടക്കീഴിൽ ചേർത്ത് നിർത്താൻ കഴിയുന്ന ഏക സംവിധാനം ഹ്യൂസ്റ്റൺ KCS മാത്രമാണ്. ഇതാണ് നമ്മുടെ തറവാട്. HKCSന്റെ അഭിമാനവും അന്തസ്സും ഞങ്ങൾ എന്നും ഉയർത്തിപ്പിടിക്കും. HKCSന്റെ നട്ടെല്ല് 2025 നിവർന്നു തന്നെ നിൽക്കും എന്ന് ഞാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. 1200 ജ്ഞാനായ കുടുംബങ്ങൾ ഹ്യൂസ്റ്റണിലുണ്ടെന്നാണ് നമ്മുടെ അനൗദ്യോഗിക കണക്ക്. HKCSൽ രജിസ്റ്റർ ചെയ്യാത്ത 400ഓളം ഫാമിലികളെ നമ്മൾ എല്ലാവരും ഒന്നു ചേർന്ന് HKCSൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കാൻ അടുത്ത കൊല്ലം നമുക്ക് ഒറ്റക്കെട്ടായി പരിശ്രമിക്കണം. നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ, എസ്പെഷ്യലി യുവതലമുറയുടെ ചിരകാല സ്വപ്നമായ
മൾട്ടിപർപ്പസ് സ്പോർട്ട് കോംപ്ലക്സ് യാഥാർത്ഥ്യമാക്കാൻ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നതായിരിക്കും. നിങ്ങളുടെ സഹകരണമുണ്ടെങ്കിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമുക്ക് തുടക്കം കുറിക്കാൻ തീർച്ചയായും 2025 സാധിക്കും. അധികം ദീർഘിപ്പിക്കുന്നില്ല. Let me move on to calendar പ്രകാശനം. We are proud to announce that we were able to give exposure to 66 Malayali small business through our calendar, out of which 45 of them were exclusively owned by our Knanaya brothers and sisters. Thank you to all the sponsors towards our calendar. A special thank you to Reverend Sisters of our parish for their cooperation with the calendar initiative. Let me call upon our chief guest, Mr. Eldos Matthews, to publish our calendar for 2025. I invite Needu Valamattathil, 2025 Vice President, to hand over the calendar to our chief guest. Please give them a big round of applause. Thank you, Mr. Eldos. Let me invite Jenny Dundiyal and Amrita Joy to present the calendar to our special guest Prem Prakash and brother V.C. Raju. The stunning cover page designed by Mr. Tommy Kedaram beautifully blends our traditions with a modern touch. Special thanks to Joms Matthew, our secretary, for owning and driving the calendar project. I also want to express my gratitude to Treasurer Mr. Philip Karicherikal and Joint Secretary Smithosh Atigunel. This was our first project and we executed it with a remarkable team spirit. Thank you to Cyril and 2024 Executive Committee for your cooperation. We look forward to your support for a smooth transition to the new administration. Thank you everyone. With your sincere support for all HKCS initiatives, 2025 will be an exciting and fulfilling year. Together we can make a difference. Wishing you all a Merry Christmas and a Happy New Year. Thank you. ഇതോടുകൂടി നമ്മുടെ ഈ ഫോർമൽ മീറ്റിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്ഷമയോടുകൂടി കാത്തിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതിൻ്റെ കൂടുതൽ തന്നെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ചിരകാല അഭിലാഷമായിരുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു സെമിറ്റേരി സെക്ഷൻ സൗത്ത് പാർക്കിൽ തുടങ്ങുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. ധാരാളം ആളുകൾ അതിൻ്റെ റെസ്പോൺസ് ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വർഷത്തേക്ക് ഈ നല്ലൊരു ഡീലാണ് അവർ തന്നിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഇനിയും അവിടെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സൈനപ്പ് ചെയ്യുവാണെങ്കിൽ അധികം താമസിക്കാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു സ്വപ്നമായ ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള ഒരു ജ്ഞാനായ സെമിത്തേരി ഇവിടെ സൗത്ത് പാർക്കിൽ ലഭ്യമാക്കുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം. വരുന്ന എക്സിക്യൂട്ടീവ്സും അത് തുടർന്നുകൊണ്ട് പോയി നമുക്ക് എത്രയും പെട്ടെന്ന് അത് യാഥാർത്ഥ്യമാക്കി തീർക്കാൻ നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തൊരുമിച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ നടക്കും. താങ്ക് യു.